ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. മാസപ്പിറവി ദൃശ്യമായാൽ കേരളത്തിൽ നാളെയാകും പെരുന്നാൾ. അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്നായിരിക്കാം പെരുന്നാളിൻ്റെ സാധ്യത? പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ, ഹാപ്പി ഈദ് ഉൽ ഫിത്തർ ഇൻ അഡ്വാൻസ്. ഒരുപക്ഷെ ഇന്ന് മാസപ്പിറവി, ചാന്ദ്രമാസപ്പിറവി ഇന്ന് വൈകിട്ട് കാണും. നാളെ ആയിരിക്കും പെരുന്നാൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പിന്റെ ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായുള്ള ഒരു മാസം പിന്നിടുന്നതിന്റെ അവസാന നിമിഷങ്ങളാണ്. ഇന്ന് വൈകിട്ട് മഗ്‌രിബ് 6:41, അതായത് ഇന്ന് റമദാൻ 29 29 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി 30-ന് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പൊതുവിലുള്ള വിശ്വാസം. ഞാൻ കോഴിക്കോട് നഗരത്തിലെ തന്നെ മർക്കസ് പള്ളിയിലാണുള്ളത്. നമുക്കിവിടെ കാണാം, ഈ സാധാരണഗതിയിൽ ഇന്ന് വീട്ടിലും അതുപോലെ തന്നെ പള്ളികളിലുമൊക്കെ ഖുർആൻ പാരായണം നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ പള്ളിക്കകത്ത് ഖുർആൻ ഓത്ത് നടക്കുന്ന ദൃശ്യങ്ങളാണ്. എന്താ മോനെ പേര്? മുഹമ്മദ് റഷാദ്. 29 നോമ്പെടുത്തോ? 8 എടുത്തില്ല. 8 ബൈ നോമ്പെടുക്കും ഇനി. അപ്പൊ നാളെ പെരുന്നാളാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ആണല്ലേ. എങ്ങനെയായിരിക്കും ചന്ദ്രം ഇന്ന് നിലാവ് കാണുമോ? പറയാൻ പറ്റില്ല, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ റമദാൻ തന്നെ ആത്മനവീകരണത്തിന്റെയും ഒപ്പം വലിയ പ്രതീക്ഷയുടെയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റമദാന്റെ 29 ഇന്ന് പൂർത്തിയാവുന്നു. ഇന്ന് മിക്കവാറും ചന്ദ്രമാസ പിറവി കാണുമെന്നുള്ളതാണ് പ്രതീക്ഷ. വിപുലമായ ഒരുക്കങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറത്തുനിന്ന് ലൈവ് ഉണ്ടാവും. നിരവധി കേന്ദ്രങ്ങളിൽ ചന്ദ്രമാസ പിറവി കാണാൻ ഏർപ്പാട് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലൈവ് ഉണ്ടാവും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നമ്മളോടൊപ്പം ചേരും. അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ ചേരും. ഇവരെല്ലാം തന്നെ ഈ ചന്ദ്രമാസ പിറവി കണ്ടാലുടൻ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം സംവദിക്കാനുണ്ടാവും. SKN, ഏതായാലും പരിശുദ്ധ റമദാൻ മാസം പൂർത്തിയാകാൻ പോകുന്നു. ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാൾ ഈദ് ഉൽ ഫിത്തർ, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുക. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.